വീട്ടിലെ ഒരു ഒരു സാധാരണ ദിവസത്തേക്ക് രവീന്ദ്രൻ മാസ്റ്റർ ഒരു ചിട്ടവട്ടങ്ങളൊക്കെ എന്തായിരിക്കും? ഒരു ചിട്ടവട്ടം ഇല്ലായിരുന്നു, അതായിരുന്നു. ഒരു ചിട്ടവട്ടം ഇല്ലായിരുന്നുള്ളതാണ് പ്രത്യേകത. അല്ല, മാഷിന്റെ വെച്ചാൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഡയറക്ടറും പ്രൊഡ്യൂസറും ഒക്കെ വന്നിങ്ങനെ കമ്പോസിംഗ് റൂമിൽ ഇരിക്കും. ഒരു തബലിസ്റ്റ് ഉണ്ട്, നമ്മുടെ പ്രദീപ് ഇങ്ങനെ തബല വായിക്കാനും രവിയേട്ടനോട് നാടകം കൊടുക്കും, അത് വായിച്ചുകൊണ്ടിരിക്കും. രവിയേട്ടനെ ആ സ്ഥലത്തൊന്നും കാണാൻ പറ്റില്ല, അവിടെ ഒന്നും ഉണ്ടാവില്ല. ആള് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പണി നടത്തിക്കൊണ്ടിരിക്കും, ഇങ്ങനെ ചെറിയ നിൽക്കണം. എപ്പോഴും ട്യൂൺ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇങ്ങനെ ബോറടിക്കിരുന്നിരുന്ന് രവിയേട്ടനെ കാണാനില്ല. പക്ഷേ രവിയേട്ടൻ ഈ നടക്കുമ്പോഴൊക്കെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുക, ഉള്ളിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു നേരമുണ്ട്, ആ നേരത്തൊന്ന് കുളിച്ച് ഒന്ന് പ്രസൻറ്റ് പൂജാറും പ്രസൻറ്റ് ചെയ്ത് നേരെ വന്നിരിക്കും. എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. കമൽ നമ്മുടെ പിന്നെ അയാൾ കഥയെഴുത്തിൻ്റെ തന്നെ ആണ്. അവരൊരു 12 മണി വരേക്ക് ഇരുന്നു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങൾ പോവുക, രവിയേട്ടൻ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പം നമ്മൾ ചായയൊക്കെ ഇട്ട് കൊടുത്ത് അവരെങ്ങനെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് ഇരിക്കുന്നു. വന്നിരുന്ന ഒരു 5 മിനിറ്റ് ഒന്നും ഇല്ല, പാട്ട് മുഴുവനും അങ്ങോട്ട് പാടുകയാണ്. മുഴുവനും അവർക്കൊരു സജഷൻ പറയണ്ടാവില്ല, ഒരു സജഷൻ, ഒരു മാറ്റി ഇതൊന്നും മാറ്റി ഏതോ നിദ്രന്റെ ആര് പറയാം. ഗിരീഷ് ചേട്ടൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പാട്ട് തിരുമേനിയാണ്. അല്ല, ആദ്യം തിരുമേനിയാണ് കൂടുതൽ എഴുതിയിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ തിരുമേനി എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തിരുമേനിയാണ് ഏറ്റവും കൂടുതൽ പാട്ട് എഴുതിയേക്കുന്നത്. ഓ, ഈ പിന്നെ ഫസ്റ്റ് വിഷ്ണു ലോകം എഴുതിയിരിക്കുന്ന ഇദ്ദേഹം അല്ലേ? പണ്ട് തൊട്ട് കിളിപ്പെണ്ണെ നിന്നുള്ളിൽ തേങ്ങലോ. അല്ല, രവിയേട്ടന് ശരിക്കും ട്യൂൺ ചെയ്യാൻ വേണ്ടി സമയം വേണ്ടായിരുന്നു. എത്ര പെട്ടെന്ന് വളരെ പെട്ടെന്നാണ് കിട്ടുക ട്യൂൺ വന്നിട്ട്. അതൊക്കെ ഒരു അമ്മയുടെ അനുഗ്രഹമാണ്. തിരുമേനിച്ചേട്ടന്റെ ഒരു പാട്ട് ജോൺസൺ മാഷ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്, ബ്രഹ്മകമലം, ശ്രീലകമ. ഞാനിത് രവീന്ദ്രൻ മാഷ് ചെയ്താൽ എങ്ങനെ ഇരിക്കും ഇങ്ങനെ വെറുതെ. പക്ഷെ എനിക്ക് സംഗീതം അറിയാൻ പറ്റുകൊണ്ട് എനിക്ക് ചെയ്താലും വേറൊരു ഫ്ലേവർ ആയിരിക്കും. വേറൊരു രസം, ഈ രവീന്ദ്രൻ മാഷ് അദ്ദേഹം സംഗീത സംവിധായകനായിട്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ സമകാലികരായ മറ്റ് സംഗീത സംവിധായകർക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഇപ്പൊ സിന്ദൂരം പെയ്തിറങ്ങി എന്ന് പറഞ്ഞ പാട്ട് ജോൺസൺ മാഷിന്റെ പാട്ട് തൂവൽ കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയുടെ ടൈറ്റിൽ എഴുതുമ്പോഴുള്ള പാട്ടാണ്. സിന്ദൂരം പെയ്തിറങ്ങി ജോൺസൺ മാഷിന്റെ സംഗീതത്തില് രവീന്ദ്രൻ മാഷ് പാടുന്നു. ശ്രുതി അമ്മ ലേമച്ചൻ വിദ്യാസാഗറിന്റെ സംഗീതത്തില് രവീന്ദ്രൻ മാഷ് പാടുന്നു. മധുര നൊമ്പരക്കാറ്റ് എന്ന് പറയുന്ന സിനിമയില്. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അദ്ദേഹത്തിന്റെ. പിന്നെ ഈ പാട്ടുകളിലൊക്കെയും ഈ സിന്ദൂരം പെയ്തിറങ്ങിയൊക്കെ അതുപോലെ ബ്രഹ്മമംഗലം കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നു കൂടുതലും അത്തരം ക്ലാസിക്കൽ പാട്ടുകൾ ആ സമയത്ത് ഈ രാഗ ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കൂടുതലും. എന്നാലും ഒരു മോഹം, ചില ആൾക്കാരുടെ ഒരു ആദ്യത്തെ മോഹം ഇങ്ങനെ അവിടെ കിടക്കുമല്ലോ. അപ്പൊ രവിയേട്ടന് ആദ്യം ഒരു മ്യൂസിക് പാട്ടുകാരനാവണം എന്ന് പറഞ്ഞൊരു മോഹം ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത്രയും പാട്ടുകൾ പിന്നീട് അങ്ങോട്ട് ചെയ്യാവുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ആയ സമയത്ത് വേണമെങ്കിൽ നല്ലൊരു പാട്ട് ചെയ്ത് തന്നെ പാടായിരുന്നില്ലേ? തീർച്ചയായിട്ടും പാടാമായിരുന്നു. പക്ഷെ അന്ന് മാഷ് പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, ഒരുപാട് പേരും പറഞ്ഞിട്ടുണ്ട് പാടാവുന്ന, മാഷ് നന്നായിട്ട് പാടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ പറഞ്ഞ്, ഞാൻ പാട്ടുകാരനായിട്ട് വന്നതാണ്, പക്ഷെ എനിക്ക് അതിന് ദൈവം അതിനകത്ത് ഒരു അർത്ഥം തന്നില്ല. ഇപ്പൊ എനിക്കൊരു തൊഴിൽ ദൈവം തന്നിട്ടുണ്ട്, ഞാൻ ആ ഒരു തൊഴിലേ ചെയ്യുന്നുള്ളൂ, വേറൊരു തൊഴില്. ഇത് മ്യൂസിക് ഡയറക്ടേഴ്സും ഇതിനും പോയിട്ടില്ല, ഡബിങ്ങിനും പോയിട്ടില്ല. എന്നെ ഏൽപ്പിച്ച പണി ഭംഗിയായിട്ട് ചെയ്യുക, അതാണ് എന്റേത്. എല്ലാത്തിലും കൊണ്ട് തൊട്ട് ഇഷ്ടമല്ല. പാടാൻ ഒത്തിരി പേരുണ്ടല്ലോ, അവര് പാടട്ടെ.